അടിപ്പാതകളുടെ നിർമ്മാണത്തെ തുടർന്ന് രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ ദേശീയപാതയിലെ കൊരട്ടി മേഖല. ചാലക്കുടിയിൽ നിന്ന് എറണാകുളത്തെത്താൻ സാധാരണ 2.25 മണിക്കൂറാണ് ആവശ്യം. എന്നാൽ ഇപ്പോഴാകട്ടെ അത് 4 അതിൽ കൂടുതലുമാകും. രണ്ടിടത്തായി നടക്കുന്ന അടിപ്പാത നിർമ്മാണത്തെ തുടർന്നാണ് 2.5 പതിറ്റാണ്ടിന് ശേഷം ദേശീയപാതയിൽ ചാലക്കുടി മേഖല കേന്ദ്രീകരിച്ച് ഇത്രയേറെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ചിറങ്ങര, മുരിങ്ങൂർ എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണമാണ് വാഹനയാത്രികരെ പെരുവഴിയിൽ മണിക്കൂറുകളോളം നട്ടം തിരിക്കുന്നത്. അടിപ്പാത നിർമ്മാണത്തിന് മുന്നോടിയായി കൊരട്ടി ജംഗ്ഷനിൽ സർവീസ് റോഡുകളുടെ പൂർത്തീകരണവും ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുന്നു. ഡിസംബർ അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് ദേശീയപാത ഉദ്യോഗസ്ഥർ പറയുന്നത്. ചിറങ്ങരയിലെ മെല്ലെപ്പോക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാൽ എത്രകാലം ജനങ്ങൾ ഈ ദുരിതം പേറേണ്ടി വരുമെന്ന് പറയാനാകില്ല. ഇതിനുശേഷം കൊരട്ടിയിൽ സ്പാൻ മോഡൽ അടിപ്പാതയും നിർമ്മിക്കണം. സർവീസ് റോഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് ചിറങ്ങരയിലെ പ്രശ്നം. ഭാരവാഹനങ്ങൾ കയറിയപ്പോൾ 2 കാനയുടെ സ്ലാബ് തകർന്നു. ഇവിടെ റോഡിന്റെ ഇരുഭാഗവും അടിത്തട്ട് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി. തൃശൂർ റൂട്ടിലുള്ള സൈഡ് ഭിത്തിയും പൂർത്തിയായി വരികയാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുമ്പോൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയും സാധാരണം. മുരുങ്ങൂർ ജംഗ്ഷനിൽ ഇരുവരികളിലും ഒന്നിച്ചാണ് നിർമ്മാണ പ്രവർത്തനം. ഇതോടെ കൊരട്ടി മേഖലയിലെ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. TCV ന്യൂസ്, ചാലക്കുടി.